ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റ ആഘാതമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ പെടുന്നത്. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പൊ ജയിലിലാണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ജയിലിലായിരുന്നു കുറെ നാൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യ ഭരണത്തിന്റെ. രണ്ടാമത്തെ ഭരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി, പ്രാഥമികമായി അനധികൃതമായി സമ്പാദിച്ചതിനെ പറ്റി. ആദ്യം അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ, വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിച്ച അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലേ ഹൈക്കോടതി വിധിയിലെ കൺക്ലൂഷൻ. മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രാഥമികമായി തെളിവുണ്ടെന്ന് CBI അന്വേഷിക്കാൻ പറഞ്ഞത് വലിയ അടിയാണ്. മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചാലാണ് ശുഭിതനാകുന്നത്. ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശുഭിതനാകുന്നത്. ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശുഭിതനായ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇപ്പൊ എക്സാലോജിക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. വഖഫിന്റെ കാര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ കാര്യം മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രി ഇതൊന്നും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി മാത്രമല്ല വർഗീയതയ്ക്ക് കുടചൂടി കൊടുക്കുകയാണ്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പേടിച്ചിട്ടാണെന്ന് അറിയില്ല എനിക്ക് കേസ്. സംഘപരിവാറിന് കേരളത്തിൽ ഒരു അജണ്ടയുണ്ട്, ഭിന്നിപ്പിക്കുക. ആ അജണ്ടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കുടചൂടി കൊടുക്കുകയാണ്. അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ട കാര്യം. കുടചൂടി കൊടുക്കുക. സംഘപരിവാറിനെ ഭയന്ന് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനത്തിന് മുഖ്യമന്ത്രി കുട പിടിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണം. കേരളത്തിന് വേണ്ടി അതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.